മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 27-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം, പ്രഭാഷകൻ 27:3, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ കുടുംബം അതിവേഗം നശിച്ചു പോകും. നിങ്ങളുടെ കുടുംബം നശിക്കില്ല കേട്ടോ ദൈവമക്കളെ. ഈ 3 ദിവസം നിങ്ങൾ വന്നു. നിങ്ങൾ എന്തിനായി വന്നിരിക്കുന്നതെന്നറിയോ? ദൈവഭക്തി കാരണം. ഞാൻ ഇതും കൂടി പറയാം. പുരുഷന്മാർ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട്, പാവങ്ങൾ കഷ്ടപ്പെട്ട്, സ്ത്രീകൾ ഓടി എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ വീട്ടിൽ വന്ന് അപ്പം തന്നെ ഇങ്ങോട്ട് വന്നു. എൻ്റെ പ്രിയ ജനമേ, ദൈവഭക്തിയിൽ ദൃഢതയുള്ളവൻ, ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവൻ, അവൻ്റെ കുടുംബം നശിക്കില്ല. സമ്പത്തില്ലാണ്ടായിക്കോട്ടെ, ചിലപ്പോൾ വീട് പോലും കാണില്ല, വാടക വീടായിരിക്കാം ദൈവമക്കളെ. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ എത്ര സമ്പത്തുണ്ടായിക്കോട്ടെ, എത്ര ഉന്നതങ്ങളിൽ ഉയർന്നോട്ട്, കഴുകനെ പോലെ ചിറകടിച്ചുയർന്നോട്ട്, ദൈവകൃപ ഇല്ലാത്തവൻ അവൻ്റെ സമ്പത്ത് മുഴുവൻ ശൂന്യമാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞ്, ഭോഷനായ ധനിക, നീ നിനക്ക് വേണ്ടി സ്വത്ത് ശേഖരിച്ച് വെച്ചൂല്ലേ, പത്തായമൊക്കെ പൊളിച്ച് വലുത് പണിതൂല്ലേ, നീ നിന്റെ ആത്മാവിനോട് പറഞ്ഞു, ആത്മാവെ തിന്നുക, കുടിക്കുക, മതിക്കുക, നിനക്ക് വേണ്ടി സ്വത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷനായ ധനിക, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ നിന്നിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആർക്കുള്ളതാ ഇതൊക്കെ? വ്യർത്ഥം. എൻ്റെ വീടിൻ്റെ അടുത്തൊരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ 4 പെൺമക്കൾ അദ്ദേഹത്തിന്. അദ്ദേഹം ആ പെൺമക്കളെ വിളിച്ച് അവസാനമായിട്ട് പറഞ്ഞ വാചകം എന്താണെന്നറിയോ? മോളെ, അപ്പൻ മരിച്ചു കഴിഞ്ഞാൽ അപ്പൻ്റെ കയ്യും ഇങ്ങനെ തുറന്നു വെച്ചോളടി, ചുരുട്ടിക്കൂട്ടി വെക്കരുത്. അപ്പൻ്റെ കയ്യും തുറന്നു വെച്ചോളടി. അതെന്തിനാപ്പാ? അപ്പൻ ഉണ്ടാക്കിയ സ്വത്തൊന്നും അപ്പൻ കൊണ്ടുപോകുന്നില്ല എന്ന് ജനം അറിയണം. അപ്പൻ ഉണ്ടാക്കിയ സ്വത്ത് കയ്യിൽ വലിയ ഡയമണ്ട് ആക്കിയിട്ട് മേടിച്ചിട്ടില്ല എന്ന് ജനം അറിയണം. അല്ലെങ്കിൽ ജനം പറയില്ലേ, ഒത്തിരി കോടീശ്വരൻ അയാള്, ഒന്നും കൊണ്ടുപോകുന്നില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല, അപ്പൻ്റെ കൈ തുറന്നു വെച്ചോളാം. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ പെൺമക്കൾ കൈ ഇങ്ങനെ പിടിച്ച് കുറേ നേരം വെച്ചു, ഇങ്ങനെ അടയാതിരിക്കുക. അപ്പൻ്റെ ആഗ്രഹമല്ലേ? ലോകത്തിൽ നീ പണിത മാളികകൾ ഭൂമി വിറയ്ക്കുമ്പോൾ വീണടിയും. പഠിക്ക്. ലോകത്തിൽ നീ പണിത മാളികകൾ ഭൂമി വിറയ്ക്കുമ്പോൾ വീണടിയും. എന്തുണ്ട് ലോകത്തിൽ ആശ നേടാൻ, സർവവും മായയായി തീരുമല്ലോ. എനിക്ക് പാട്ട് പാടാൻ പേടിയാ. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഒരിക്കലും പാടരുത് കേട്ടോ ചേട്ടാ. പാട്ട് പാടുമ്പോൾ അപ്പം ഞാൻ എൻ്റെ ഭാര്യനെ ഓർക്കും. ഒരിക്കൽ ഞാൻ പ്രസംഗിച്ച ധ്യാനത്തിൽ അവൾ വന്നിരിപ്പുണ്ട്. എനിക്കാണെങ്കിൽ ഈ പ്രസംഗത്തിൻ്റെ ഇടയിൽ 2 വരി ഒന്ന് പാടണം, അറിയില്ല, കഴുതരാകായാലും അതിങ്ങനെ മൂളിക്കൊണ്ടിരിക്കണം. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ക്ലാസ്സൊക്കെ നന്നായി, പ്രസംഗമൊക്കെ നല്ല ഇഷ്ടമായി എനിക്ക്, പക്ഷെ പാടരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പാട്ട് ആകെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, ഇപ്പം കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഞാൻ ഡൽഹിയിലായിരുന്നു. മലയാളികൾക്കും ഒരു ധ്യാനം ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ ഒരു ചേച്ചി പറഞ്ഞു, സണ്ണി ബ്രദറെ എന്ത് നന്നായിട്ടാണ് പാടണേ. ഈശോയെ, എനിക്ക് ആ ചേച്ചിനെ കടിച്ചു തിന്നാനാ തോന്നി, എന്ത് ഇഷ്ടം. സണ്ണി ബ്രദറെ എന്ത് നന്നായിട്ടാണ് പാടണേ സണ്ണി ബ്രദർ. ജീവിതത്തിൽ ആദ്യം ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മളെ പുകഴ്ത്തുന്നവരെ നമുക്ക് വലിയ ഇഷ്ടമല്ലേ. തിന്നാൻ തോന്നും അവരെ സ്നേഹത്തിൽ. ശരിയാ, മക്കളെ പുകഴ്ത്തിക്കോളോ നിങ്ങൾ കേട്ടാ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മറ്റ് കുഞ്ഞുങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് ഒരിക്കലും കുറ്റപ്പെടുത്തരുത് ദൈവമക്കളെ. അവരുടെ മനസ്സ് മുരടിച്ചു പോവും. നീ ഒരു മന്ദബുദ്ധി, നീ അവനെ കണ്ടുപിടിക്കടാ, അവളെ കണ്ടുപിടിക്കേ. അവരുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലുള്ള യോഗ്യത ഉണ്ടോ നിനക്ക്? ആ കുട്ടിയുടെ
താത്തിക്കെട്ടരുത് കേട്ടോ. നീ താഴ്ത്തിക്കെട്ടുന്ന ആ കുട്ടിക്കില്ലാത്ത വലിയൊരു അനുഗ്രഹം നിന്റെ മക്കൾക്കുണ്ട്. നീ എന്താ മനസ്സിലാക്കാത്ത? ചില അപ്പന്മാര് മിണ്ടിയ ദേഷ്യപ്പെടും, മിണ്ടിയ ശാപവാക്ക് പിള്ളേരെ. ചില അമ്മമാര് ദേഷ്യം തീർക്കുന്ന മുഴുവൻ മക്കളുടെ മേല. നിങ്ങൾ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ നല്ല മൈൻഡിലിരിക്കുക, നല്ല സ്വസ്ഥമായ മനസ്സോടുകൂടി ഇരിക്കുമ്പോൾ പിള്ളേർ TV വോളിയത്തിൽ വെച്ചാൽ നിങ്ങൾ എന്താ പറയാമെന്നറിയോ? ഡാ കുട്ട ഒന്നിത്തിരി സൗണ്ട് കുറയ്ക്കടാ, മമ്മി ഒന്ന് സംസാരിക്കടാ, പപ്പ ഒന്ന് കുറയ്ക്കടാ, അങ്ങനെയാ പറയുക. നിങ്ങൾ ടെൻഷനിലിരിക്കുമ്പോൾ പിള്ളേർ TV വോളിയം വെച്ചാലാ ഒന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാന്ന്? മോനെ ഒന്ന് കുറയ്ക്കടാന്ന് പറയോ? നടുമ്പുറത്ത് ഇടിക്കാൻ ചെന്നിട്ട് പട്ടാന്നും പറഞ്ഞു. നമ്മുടെ ദേഷ്യം തീർക്കാനുള്ള വേദി ആകരുത് നമ്മുടെ മക്കൾ കേട്ടാ. മക്കൾക്ക് സ്നേഹം കൊടുത്തോളെ പ്രിയമക്കളെ. ഈ കുഞ്ഞുങ്ങളൊക്കെ പാവങ്ങളാന്നേ, നല്ല കുട്ടികളാ. ഈ കുഞ്ഞുങ്ങൾ അപ്പൻ്റെ അമ്മയുടെ സ്നേഹം അങ്ങട്, അപ്പനും അമ്മയും ദൈവകൃപ നിറഞ്ഞാൽ മാത്രമേ മക്കളെ നല്ല വാക്കുകൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ പറ്റൂ. അപ്പനും അമ്മയും കൃപ നിറഞ്ഞില്ലെങ്കിൽ മനസ്സ് മുഴുവൻ ടെൻഷനായാൽ പിന്നെ എങ്ങനെ മധുരവാക്കുകൾ വരും? ദൈവത്തിന്റെ തിരുവചനം സങ്കീർത്തനം 73:21 നമ്മൾ കേട്ടിട്ടില്ലേ? എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിട്ട് മാറി, ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനൊരു മൃഗമായിട്ട് മാറി. മൃഗം. ആത്മാവിലെ കയ്പ്, ആത്മാവിലെ ടെൻഷനും, ആത്മാവിലെ നിരാശയും, ആത്മാവിലെ വെറുപ്പും, ആത്മാവിലെ പാപമൊക്കെ ആയിരിക്കുന്ന ഒരു അപ്പനും അമ്മയ്ക്കും എങ്ങനെയാ മക്കളെ സ്നേഹിക്കാൻ പറ്റുക? മിണ്ടില്ല ചിലപ്പോൾ അവര്, ചിലപ്പോൾ ശാപവാക്ക് പറയും, ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. കുട്ടികൾക്ക് നല്ല സ്നേഹം കൊടുത്തോളൂ കേട്ടോ. കുഞ്ഞുങ്ങളെ അപ്പന്മാരോട് ഞാൻ പറയാം, നിങ്ങളുടെ മൂത്ത മക്കളെ ആൺമക്കളെയൊക്കെ തോളിൽ കൈയിട്ട് കൊണ്ട് നടന്നോളൂ കേട്ടോ, കൂട്ടുകാരെ പോലെ. പാവങ്ങളാണ് ഈ ആൺപിള്ളേരും പെൺകുട്ടികളൊക്കെ. എന്ത് വിഷമാണെന്നറിയാം ഒറ്റയ്ക്ക്, എനിക്കറിയാം. അപ്പച്ച കുഞ്ഞുങ്ങളെ ഒത്തിരി സ്നേഹം കൊടുത്തോളോട്ടോ. അമ്മയെ മക്കളെ ഒത്തിരി സ്നേഹിച്ചോളോ. കുടുംബ പ്രാർത്ഥന ദൈവത്തെ ഓർത്ത് മുടക്കരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയാട്ടോ, കുടുംബ പ്രാർത്ഥന മുടക്കരുത്. കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത കുടുംബത്തിൽ സാത്താൻ കയറി മേഞ്ഞാൽ നീ ഉത്തരവാദിയാട്ടോ. അപ്പമ്മ നീ ഉത്തരവാദിയാ. മക്കൾക്ക് ദൈവകൃപ കൊടുക്കാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുക ദൈവം. കുഞ്ഞുങ്ങളെ നിനക്ക് ഉദരഫലം സമ്മാനം തന്നിരിക്കുക. ആ മക്കളെ നീ പള്ളി കൊണ്ടുവന്നോളോ, കാറ്റഗിസം ഉണ്ടോ നോക്കിയോളോ. ദൈവത്തിന് വില കൊടുക്കുമ്പോൾ ദൈവം നിന്നെ വില വയ്ക്കും. എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. ട്യൂഷന്റെ പേരും പറഞ്ഞ്, പഠിപ്പിന്റെ പേരും പറഞ്ഞ്, ദൈവമക്കളെ നമുക്ക് ദൈവം തന്ന പാരമ്പര്യമുണ്ട്. ദൈവത്തിൻ്റെ ആ വലിയ അനുഗ്രഹം, ആ കാറ്റഗിസം, ആ പള്ളി വരവൊന്നും നിർത്തരുത്. ഇന്ന് നമ്മൾ ഈ നിലയിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇവിടെ പ്രായമായ ഒരു ചിലർ ഇരിപ്പുണ്ട്. അവരോട് ചോദിച്ചു നോക്ക്, പട്ടിണിക്കാലത്തും ആ പാവങ്ങൾ പള്ളി വന്നിരുന്നു. ദേവാലയ നിർമ്മിതിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? ഈ ദേവാലയം നിർമ്മിച്ച വ്യക്തികൾക്ക് വേണ്ടി. നമ്മുടെയൊക്കെ പൂർവികർ ഒരു പക്ഷേ കല്ലും മണ്ണൊക്കെ ചോന്നുണ്ടാക്കി ദേവാലയം ദൈവമക്കളെ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഓർക്ക് പഴയ കാലമൊക്കെ. കുർബാന കളഞ്ഞിട്ടുള്ളൊരു പരിപാടി വേണ്ട നമുക്ക് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. എൻ്റെ ദൈവമക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങളിൽ ചിലർക്ക് ചില വേദനയുണ്ട്. മക്കൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ച് വെച്ചിട്ടില്ലല്ലോ എന്ന വേദന നിങ്ങൾക്കുണ്ട്. ചിലർക്ക് ഉണ്ട്. കടബാധ്യതയുണ്ട്. വീട് പോലും ഈ ശോചനീയ അവസ്ഥയിലാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് നിങ്ങൾക്ക് ചിലർക്ക് വേദനയുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളോട് ഈ വിശുദ്ധ വേദിയിൽ നിന്നൊരു കാര്യം പറയാം. എൻ്റെ അപ്പൻ്റെ ഒരു കോയിൻ പോലും എൻ്റെ കയ്യിലില്ല കേട്ടോ മക്കളെ. ഭാഗം വെച്ച് തരാൻ ഒന്നുമില്ല. എൻ്റെ അമ്മയുടെ 1 രൂപ പോലും എൻ്റെ കയ്യിലില്ല ദൈവമക്കളെ. തുറന്ന് പറയാം ഞാൻ കേട്ടോ. എൻ്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിയിടുകയോ കുറെ സ്ഥലങ്ങളോ കുറെ ഷോപ്പിംഗ് കോംപ്ലക്സോ കുറെ ബിൽഡിങ്ങുകളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഈ വിശുദ്ധ വേദിയിൽ വെച്ച് 3 വർഷം മുമ്പ് മരിച്ചുപോയ എൻ്റെ അമ്മയെ
അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ എൻ്റെ അപ്പനെ ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് പറയാ, എനിക്ക് ജന്മം നൽകിയ എൻ്റെ അപ്പനെയും അമ്മയും ഓർത്ത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ അമ്മ തമ്പുരാന്റെ മുമ്പിലിരുന്ന് കണ്ണുനീരൊഴുക്കി സമ്പാദിച്ച ദൈവകൃപ കൊണ്ടാണ് ഇന്ന് ഞാനും എൻ്റെ കുടുംബവും ഭക്ഷണം കഴിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് നന്ദി പറഞ്ഞ എൻ്റെ ദൈവത്തിന്. യെസ്, അതാ ഈശോ പറഞ്ഞ്, നിങ്ങൾ സ്വർഗത്തിൽ സമ്പത്ത് ശേഖരിച്ച് വെക്കുവിൻ, അത് പുഴു തിന്നില്ല മക്കളെ. നിങ്ങൾ എന്തിനാ വിഷമിക്കണേ? മക്കൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിയില്ല എന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കേ. ഇന്ന് ആരാധനയിൽ കരഞ്ഞ് പറയും, എൻ്റെ മക്കൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മക്കളെ കുറ്റപ്പെടുത്തി തുടങ്ങി, അപ്പൻ എന്നെ ഉണ്ടാക്കിയ, ഇത്ര നാൾ ജോലി ചെയ്തിട്ട് എന്നെ ഉണ്ടായ. ഒന്നുമില്ല, വേണ്ട. ഇവിടെ ഇരുന്ന് കൃപ സമ്പാദിക്കട്ടോ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തോന്നിച്ചൊരു വചനം, വെളിപാട് പുസ്തകത്തില് 2-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനം. അതിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, നിനക്ക് ഞെരുക്കമുണ്ടെന്നും നിനക്ക് ദാരിദ്ര്യമുണ്ടെന്നും എനിക്കറിയാം, എങ്കിലും നീ സമ്പന്നനാണ്. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മക്കൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ? ഒന്നും നേടിയിട്ടില്ലേ? ഉള്ള വീട് തന്നെ കടത്തിലാണോ? വാടക വീടാണോ? ഒരു 4 സെന്റ് സ്ഥലമാണോ? ഒന്നുമില്ലേ? വേണ്ട, ഒന്നും വിഷമിക്കേണ്ട അതിനെ കുറിച്ച്. ദൈവത്തിന്റെ വചനം വെളിപാട് പുസ്തകം 2:8 പറയാ, നിനക്ക് ഞെരുക്കമുണ്ടെന്നും നിനക്ക് ദാരിദ്ര്യമുണ്ടെന്നും എനിക്കറിയാം. ദൈവം പറയാ, എൻ്റെ മോനെ, നിന്റെ വീട്ടിൽ കഷ്ടപ്പാടുണ്ട്, നിനക്ക് ഞെരുക്കമുണ്ട്, നിനക്ക് ദാരിദ്ര്യമുണ്ട്, നിനക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, നിനക്ക് കടബാധ്യതയുണ്ട്. ഒരു 4 ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ നിന്റെ വീട്ടിൽ അടുപ്പിൽ തീ ഉണ്ടാവില്ല. എനിക്കറിയാടാ, എനിക്കറിയാം മോളെ. നിനക്ക് ഞെരുക്കമുണ്ടെന്നും നിനക്ക് ദാരിദ്ര്യമുണ്ടെന്നും എനിക്കറിയാം, എങ്കിലും നീ സമ്പന്നനാണ്. അതാ എനിക്ക് മനസ്സിലാവാത്ത. നീ സമ്പന്നനാന്നാ പറയണ ദൈവം. നിനക്ക് ഞെരുക്കം ദാരിദ്ര്യമുണ്ട്, പക്ഷെ നീ സമ്പന്നനാ. ഏതാണ് ആ സമ്പത്തെന്നറിയോ? ഏതാണ് ആ സമ്പത്തെന്നറിയോ? പിതാവായ ദൈവത്തെയും അവിടെ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ മനസ്സിലാക്കുക, യേശുവിനെ വിശ്വസിക്കുക മക്കളെ. യേശുവിനെ അങ്ങോട്ട് തിരിച്ചറിയുക. യേശു ഒരു മതം സ്ഥാപിക്കാൻ വന്നവനല്ല. യേശു വന്നത് നാനാജാതി മതസ്ഥരെയും ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ. യേശു ഒരു മതസ്ഥാപകനായിട്ടല്ല വന്ന്, യേശു ഒരു രക്ഷകനായിട്ടാ വന്ന്, യേശു നമ്മുടെ ജീവനായിട്ടാ വന്ന്. നമ്മൾ കുരിശി കയറേണ്ടതിന് പകരം യേശു നമുക്ക് പകരം കുരിശി കയറി നാനാജാതി മതസ്ഥർക്കും വേണ്ടി തൻ്റെ രക്തം ചിന്തിക്കൊണ്ട് പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചവൻ. കുരിശിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എങ്കിൽ യേശുക്രിസ്തു ആ ശാപമുള്ള കുരിശ് മരണം ഏറ്റെടുത്തത് നമ്മുടെ ശാപം മാറാൻ വേണ്ടിയ പ്രിയ മക്കളെ. അത് നീ തിരിച്ചറിഞ്ഞാൽ മതി, അത് നീ വിശ്വസിച്ചാൽ മതി, നീ രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും, ഉറക്കെ പറഞ്ഞ്, രക്ഷ പ്രാപിക്കും. എത്ര സമ്പത്തുണ്ടായിക്കോട്ടെ. എനിക്കറിയാം പ്രിയ മക്കളെ, കോടിക്കണക്കിന് രൂപ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചൊരപ്പനും അമ്മയും. ക്രിസ്ത്യാനികൾ, ഞാൻ സ്ഥലം പറയണില്ല, പള്ളിയില്ല അവർക്ക്, പട്ടക്കാർ വേണ്ട അവർക്ക്, കാറ്റീസൊന്നും വേണ്ട, പള്ളിയിലൊന്നും പോവില്ല അവര്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നും പറയും അവര്. ക്രിസ്ത്യാനി കോടിക്കണക്കിന് രൂപ, വലിയ തറവാട്. കൊല്ലങ്ങൾക്ക് ശേഷം 2 ആൺമക്കൾ വളർന്നു വന്നു. ആൺമക്കൾ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ആൺമക്കൾ കണ്ണി കണ്ട ബിസിനസ്സിൽ ചെന്നുപെട്ടു. ദൈവത്തോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് കണ്ണുറപ്പിക്കുകയോ ചെയ്യാതെ മറ്റ് പലതിലും ആശ്രയം വെച്ച് അവർ ബിസിനസ് തുടങ്ങി. 3 കൊല്ലത്തിനകം ആ കുടുംബം പാപ്പരായിപ്പോയി. ധ്യാനത്തിന് ഞാൻ അവരെ കൊണ്ടുപോയ, ഉറക്കല്ലാഞ്ഞിട്ട് അപ്പനെ അമ്മേനെ, ഞാൻ അവരെ ധ്യാനത്തിന് വിളിക്കാൻ അവരെ വീട്ടിൽ ചെന്നപ്പോൾ അവസ്ഥ കേൾക്കണോ? ഗേറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് ഡോറ് ഓടാമ്പലിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അവരവിടെ കാണില്ല എന്ന്.
ഒരു രഹസ്യ നമ്പർ എനിക്ക് തന്നിരുന്നു. ഞാൻ ആ മൊബൈലിൽ വിളിച്ചു. സണ്ണി ബ്രദറെ, ഞങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. എന്നിട്ട് പയ്യെ ബാക്കിൽ കൂടെ വന്ന ഗേറ്റ് തുറന്ന് ഓടി ആ ചേച്ചി അമ്മ. ഞാൻ ആ ഓടിയ വഴിക്ക് ചെന്നു. ബാക്കിലെ ഡോറിലൂടെ കയറി ഞാൻ അകത്ത്. മിണ്ടല്ല. സന്നിപത്രം ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും കണ്ടോ? ഇരിക്കുന്ന വീട് ജപ്തി, കുറേ സമ്പത്തുണ്ട്, എല്ലാം ജപ്തി. ഒന്നുമില്ല പ്രിയ മക്കളെ, ഒന്നുമില്ല. ഞാൻ ആ കുടുംബത്തെ ധ്യാനത്തിന് കൊണ്ടുപോയ 3-ാമത്തെ ദിവസം ഉറക്കമില്ലാത്തവർ ഉറക്ക ഗുളിക കഴിക്കും, 2 മണിക്കൂർ ഉറങ്ങും, പിന്നെ ഉറങ്ങില്ല രാത്രി മുഴുവൻ. ഞാൻ അവരോട് പറഞ്ഞു, കുമ്പസാരത്തിൻ്റെ ദിവസം ധ്യാന മന്ദിരത്തിൽ കുമ്പസാരമുണ്ട് താമസ ധ്യാനത്തിന്. ഞാൻ ആ കുമ്പസാരത്തിൽ അവരോട് പറഞ്ഞു, നിങ്ങൾ ചെന്ന് കുമ്പസാരിക്ക്, എല്ലാ പാപങ്ങളും ഏറ്റുപറയ്. ആ കുമ്പസാരം കഴിഞ്ഞ് വന്നപ്പോൾ ഞാനൊരു ധൈര്യത്തിൽ അവരോട് പറഞ്ഞു, യേശു ക്രിസ്തു എനിക്ക് തന്ന ധൈര്യത്തിൽ ഇന്ന് ഉറക്ക ഗുളിക കഴിക്കണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ഉറക്ക ഗുളിക കഴിക്കണ്ട, സന്ധ്യ ബ്രദറെ വർഷങ്ങളായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ 1 മണിക്കൂർ പോലും ഉറങ്ങാൻ പറ്റില്ല, വേണ്ട, ഇന്ന് കഴിക്കേണ്ട ഉറക്ക ഗുളിക. ആ ധ്യാന മന്ദിരത്തിൽ അവർ ഉറങ്ങാൻ കിടന്നു. അന്ന് കഴിച്ചില്ല. പിറ്റേന്ന് ഞാൻ ധ്യാനിപ്പിക്കാൻ രാവിലെ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ ആ ഭാര്യയും ഭർത്താവ്, അപ്പനും അമ്മയും പ്രായമായിട്ടുണ്ട്, ഓടി വന്നെൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, സണ്ണി ബ്രദറെ, മാസങ്ങൾക്ക് കൊല്ലങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് ഉറക്ക ഗുളിക കഴിക്കാതെ നേരം വെളുക്കുവോളം കിടന്നുറങ്ങിയത്. ആ ഉറങ്ങുന്ന നേരത്ത് കടൊന്നും വീടിയിട്ടില്ല. ധ്യാന മന്ദിരത്തിൽ 3-ാമത്തെ ദിവസം കടൊന്നും വീടിയിട്ടില്ല. പിന്നെ എങ്ങനെ ഉറങ്ങി അവര്? പിന്നെ എങ്ങനെ ഉറക്ക ഗുളികയില്ലാതെ ഉറങ്ങി? ദൈവത്തിന്റെ കൃപ കടന്നു വരുമ്പോൾ നമ്മൾ സ്വസ്ഥമാകും. നമ്മുടെ മനസ്സ് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമ്മുടെ പേടി മാറും, നമ്മുടെ അസ്വസ്ഥത മാറും. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ യഹൂദരെ ഭയന്ന് കഥ കടച്ചിരുന്ന ശിഷ്യന്മാരില് യേശുക്രിസ്തു മരിച്ചതിന് ശേഷം പലരും അവരവരുടെ തൊഴിലിന് പോയി. പലരും മീൻ പിടിക്കാനും ചുങ്കം പിടിക്കാനൊക്കെ പോയപ്പോൾ പരിശുദ്ധ അമ്മ എല്ലാവരെയും വിളിച്ചു കൂട്ടി സെഹിയോൻ മാളിക മുകളിൽ വന്ന് കൊണ്ട് ഇരുത്തി. എന്നിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവിൻ്റെ നേതൃത്വത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പറയാണ്, പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവരിലേക്ക് വന്ന് നിറഞ്ഞു. യേശുവിനെ കൊന്നവൻ, ഞങ്ങളുടെ ഗുരുവിനെ കൊന്നവൻ ഞങ്ങളെയും കൊല്ലുമെന്ന് പറഞ്ഞ് പേടിച്ച് നടന്നിരുന്ന ആ ശിഷ്യന്മാര് പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ നിറഞ്ഞപ്പോൾ അവർ ധൈര്യം പ്രാപിച്ചു. അവർ യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകാൻ മാറി, രക്തസാക്ഷിയാകാൻ തീരുമാനിച്ചു യേശുവിന് വേണ്ടി. അങ്ങനെ പലരും യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി. അനേകം വിശുദ്ധരുടെയും അനേകം ദൈവകൃപയുള്ളവരുടെയൊക്കെ ചുടുനിണം കൊണ്ട് പടുത്തുയർത്തിയതാണ് കത്തോലിക്ക സഭ. അത് തകർക്കാനൊന്നും ആർക്കും പറ്റില്ല ദൈവമക്കളെ. അതെല്ലാം മതസ്ഥർക്കും വേണ്ടിയുള്ളതാ. അതെല്ലാവരെയും ഉൾക്കൊള്ളുന്ന തിരുസഭയാണ്. അത് യേശുവിൻ്റെയാണ്. നമുക്ക് ധൈര്യം കിട്ടൂട്ടോ. പേടിച്ചരണ്ട് ഒരു സങ്കടം വരുമ്പോൾ ആത്മഹത്യ ചെയ്യാം, വിഷമെടുക്ക്, കയറെടുക്കെന്നും പറഞ്ഞ് നടക്കരുത് കേട്ടോ ദൈവമക്കളെ. തളരരുത്. ഉടനെ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് നിറയാനായിട്ട്. നിനക്ക് ഞെരുക്കമുണ്ടെന്നും നിനക്ക് ദാരിദ്ര്യമുണ്ടെന്നും എനിക്കറിയാം, പക്ഷെ നീ സമ്പന്നനാ. ഈ സമ്പത്താണ് ഈ ദൈവകൃപ. മക്കളെ, എത്ര നേരമായി നിങ്ങളിവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത്? 6 മണിക്ക് മുന്നൊക്കെ വന്നതല്ലേ? എന്തിനായിരിക്കുന്നത്? ദൈവത്തിൻ്റെ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 44-ാം തിരുവചനം. പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരിലും ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു. മറ്റ് മതസ്ഥരിൽ പോലും ദൈവത്തിൻ്റെ ആത്മാവ് നിറയുന്നു ദൈവവചനം കേൾക്കുമ്പോൾ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അത്.